നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമുക്കതെങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് വിജയത്തിലേക്ക് എത്താം എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ടാകും. ഒപ്പം തന്നെ നമുക്കറിയാം, ട്രേഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ട്രേഡിംഗ് ടെർമിനലിൻ്റെ ഫ്രണ്ടിലിരുന്നു കൊണ്ടാണ് എൻട്രി എടുക്കുന്നതും സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും ടാർഗറ്റ് വെക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. 9:15 ട്രേഡിംഗ് ടെർമിനലിൻ്റെ മുമ്പിലിരുന്ന് ലൈവായിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റിലേക്ക് നോക്കാതെ പോലും നമ്മുടെ എൻട്രി മുൻകൂട്ടി തന്നെ, അതായത് നാളെ എൻട്രി എടുക്കാനോ മറ്റന്നാളോ ഒരു മാസം കഴിഞ്ഞോ എൻട്രി എടുക്കാൻ നമുക്ക് ഓർഡർ നേരത്തെ തന്നെ ഇട്ട് വെക്കാനുള്ളൊരു മാർഗ്ഗമുണ്ട്. അലർട്ട് ട്രിഗർ ഓർഡർ എന്ന് പറയും, സെറോദയിലെ ഒരു ഫീച്ചറാണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് എപ്പോഴത്തേക്ക് വേണമെങ്കിലും ഒരു ഓർഡർ സെറ്റ് ചെയ്ത് വെക്കാം. പർട്ടിക്കുലർ പ്രൈസ് എത്തുമ്പോൾ ആ ഓർഡർ ഓട്ടോമാറ്റിക്കലി എൻട്രി ആയിക്കോളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യുന്നവർക്കോ മറ്റ് തിരക്കിലോ യാത്രയിലോ ഒക്കെ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ ബിസിയാണെങ്കിൽ ഇന്ന് തന്നെ ആ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രൈസ് എത്തുമ്പോൾ നമുക്ക് എൻട്രി കിട്ടിയാൽ മതി. അതെങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറച്ചധികം നാളായിട്ട് റിവേഴ്സൽ ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ട്രെൻഡ് ട്രേഡിങ്ങിനെ അപേക്ഷിച്ച് 20% കൂടുതൽ പ്രോബബിലിറ്റി വിന്നിങ്ങിന് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡിങ്ങുകൾ കൊടുക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ 20% നമ്മൾ അധികം കിട്ടുന്ന ഒരു ട്രേഡിംഗ് സ്റ്റൈൽ നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഗുണം, എറർ ചാൻസ് വന്നാൽ പോലും ഒരു 10-20% എറർ ചാൻസ് വന്നാൽ പോലും ഒരു 50% ആവറേജ് വിന്നിങ് റേഷ്യോ നിലനിർത്താൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മളുടെ ജേണൽ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാകും, നമുക്ക് ഓൾമോസ്റ്റ് കേസിൽ 40% മുകളിൽ, ചില മാസങ്ങളിൽ 57% വരെ വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് റിവേഴ്സൽ ട്രേഡിംഗ് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇന്നിപ്പോൾ നമുക്ക് നോക്കാവുന്നത്, നമ്മളുടെ നിഫ്റ്റി 50യുടെ മൂവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് 150 പോയിൻറ്റിൻ്റെ മൂവ് ഓൾറെഡി നടത്തിയിട്ടുണ്ട്, 0.63%. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ചെറിയ മൂവ് കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് ഡൗൺ സൈഡിലേക്കൊരു മൂവ് നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ 5 സ്റ്റോക്കുകളാണ് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റോക്കുകളിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നതെന്ന് അറിയത്തില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളിലേക്ക് പോകാം. നമ്മൾ നാളെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ പ്രൈസ് പോയിൻറ്റുകൾ, പ്രധാനപ്പെട്ട സപ്പോർട്ടും റെസിസ്റ്റൻസുകളും മാർക്ക് ചെയ്ത് വെക്കും. ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ കാണുന്ന പോലെ 2 പർട്ടിക്കുലർ പ്രൈസ് പോയിൻറ്റുകളുടെ മധ്യഭാഗത്ത് ആണെങ്കിൽ നമ്മൾ തൊട്ട് താഴെയുള്ള സപ്പോർട്ടിൽ എല്ലായ്പ്പോഴും ബൈ ചെയ്യാനും അതുപോലെ തന്നെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസിൽ എല്ലായ്പ്പോഴും സെല്ല് ചെയ്യുകയുമാണ് നമ്മൾ ചെയ്തത്. ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ 1:2 റിസ്ക് റിവാർഡ് എവിടെയാണോ അതുവരെയാണ് നമ്മൾ പൊതുവെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ മധ്യഭാഗത്ത് ഓപ്പൺ ചെയ്യുന്നു, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ സപ്പോർട്ടും റെസിസ്റ്റൻസിനും ഇടയിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ സപ്പോർട്ടിൽ ബൈ ചെയ്യും. അതിനുശേഷം പിന്നീട് നമ്മൾ നമ്മുടെ ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ മിനിമം 1:2 ആകാം. ഈ രീതിയിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 50%-ലധികം വിന്നിങ് പ്രോബബിലിറ്റി കിട്ടണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ധാരണ. അപ്പോൾ നമ്മുടെ സ്റ്റോക്കുകൾ 5 സ്റ്റോക്കുകളാണ് നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും വാച്ച് ചെയ്ത് പോകുന്നത്. ഇതിൽ ഇന്ന് എന്താണ് സംഭവിച്ചേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ONGC നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഈ 2 സപ്പോർട്ട് റെസിസ്റ്റൻസിന് ഇടയിൽ ആരംഭിച്ചു. അതിനുശേഷം മുകളിലത്തെ റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്തു, താഴത്തേക്കൊരു ഫോൾ കൊടുത്തു. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം. ഇവിടെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്തിട്ടുണ്ടാവും. 0.5% ആയിരിക്കും എല്ലായ്പ്പോഴും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. സോ ഇന്നിത് സ്റ്റോപ്പ് ലോസിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് നല്ലൊരു ഫോൾ കൊടുത്തു. നമുക്ക് 1:2 അത് പോയിട്ടില്ല. 1:2 എന്ന് പറയുന്നത് നമ്മൾക്ക് 1% ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് വന്നാൽ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടും. പക്ഷേ അത്
ഇവിടെ വരെ വന്നിട്ട് 0.7 വരെ വന്നതിന് ശേഷം തിരികെ പോയി നമ്മുടെ എൻട്രി പോയിന്റിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് കിട്ടുമോ ലോസ് കിട്ടുമോ എന്ന് നമുക്ക് അറിയത്തില്ല. എനിവേ നമുക്കിന്ന് ഇതിനകത്ത് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക ഇതിനകത്ത് ഇന്ന് പ്രോഫിറ്റാണോ ലോസാണോ കിട്ടുന്നത്. ഈ 5 സ്റ്റോക്കിൽ 2 സ്റ്റോക്കിൽ പ്രോഫിറ്റ് കിട്ടിയാൽ മതി നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ വരാനായിട്ട്. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം. വിപ്രോയിൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈൻ്റെ റെസിസ്റ്റൻസ് ലൈനിൻ്റെ തൊട്ടടുത്ത് ആരംഭിച്ചു, നല്ലൊരു ഫോള് താഴത്തേക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ലൈനിൽ പോയി ബൈയും ചെയ്യുന്നുണ്ടാവില്ല സെല്ലും ചെയ്യുന്നുണ്ടാവില്ല, കാരണം ഇത് വളരെ ക്ലോസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്ത് ബൈയും മുകളിലൊരു സെൽ ഓർഡർ ഇടാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ താഴത്തെ ബൈ ഓർഡർ എന്തായാലും ട്രിഗർ ആകും. അതിനുശേഷം 0.5% താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഹിറ്റ് ചെയ്തിട്ടില്ല. തിരികെ മാർക്കറ്റ് മുകളിലേക്ക് വന്നേക്കുന്നത് 0.73% ആണ്. എന്നിട്ട് കഴിഞ്ഞ സ്റ്റോക്കിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ എൻട്രി പോയിൻ്റ് തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, ഇതിനകത്ത് പ്രോഫിറ്റാണോ ലോസാണോ എന്ന് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ടോട്ടൽ മൂവ് എന്ന കാര്യത്തെ ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ലോ ടു ഹൈ ഇത് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത് 1.38% ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് കിട്ടാവുന്ന ഒരു മൂവ് ഇത് നടത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇനി പവർ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ മൂവ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ലോ ടു ഹൈ മാർക്കറ്റിൽ നിന്ന് 1%-ന് മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 1 ആണ്, അതിന് കിട്ടുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തൊരു ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടാവാം, മുകളിലൊരു സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത് വളരെ ക്ലോസ് ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബൈ ഓർഡർ സാധാരണഗതിയിൽ ബൈയോ സെല്ലോ ഇവിടെ ചെയ്യത്തില്ല, മറിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് ഇവിടെ ഒരു സെല്ലും ഇതിൻ്റെ താഴത്തൊരു ബൈയും ചെയ്യാനും സാധ്യതയുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ആ സമയത്തിനനുസരിച്ചാണ്. എനിവേ ഇതിവിടെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ലാണ് ഇന്ന് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസിലേക്ക് ഇത് പോയിട്ടില്ല, 0.5% ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എല്ലായ്പ്പോഴും. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് താഴെ ഉള്ളതിലേക്ക് വന്ന് മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ 1:2 മാർക്കറ്റ് എത്തിയിട്ടില്ല. കുറച്ചും കൂടെ താഴത്തേക്ക് മൂവ് ചെയ്താൽ, അതായത് ഇവിടം വരെ വരുമ്പോഴാണ് നമുക്ക് 1:2 കിട്ടേണ്ടത്. അതിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളതൊന്ന് നോക്കിക്കോളുക. അപ്പോൾ ഇതിനകത്ത് എന്തായാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോഫിറ്റ്. അപ്പോൾ 3 നോക്കി, ഒരെണ്ണം പ്രോഫിറ്റ്, ബാക്കി 2 നമുക്ക് പ്രോഫിറ്റും അല്ല നെഗറ്റീവും അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. ഇനി NTPCയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല മൂവാണിത് കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടോട്ടൽ മൂവ് ഇന്ന് നോക്കുവാണെങ്കിൽ 1.12%, ജസ്റ്റ് 1.5-നുള്ളിലാണ് എന്ന് നമ്മൾ നോക്കിയ എല്ലാ സ്റ്റോക്കുകളും മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1.2% ആണ് ഇത് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താണ് കിട്ടാൻ സാധ്യതയുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇവിടെ മുകളിലും ടച്ച് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തെ സപ്പോർട്ടിലും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആദ്യം സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് ക്യാൻഡിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ നേരെ മുകളിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് പിന്നെ താഴത്തേക്ക് പോന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് സെല്ലായിരുന്നു നമ്മളിന്ന് ചെയ്തേക്കുന്നത്, ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ്. സോ ദാറ്റ് ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും. അവിടുന്ന് സെല്ല് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് താഴത്തെ ഈ ഒരു സപ്പോർട്ട് വരെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. യെസ്, നമുക്ക് ഇന്ന് ഈ സ്റ്റോക്കിൽ 1:2 റിസ്ക് റിവാർഡ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 സ്റ്റോക്കിൽ 2 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് നമ്മൾ പ്രോഫിറ്റിൽ വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ 2 പ്രോഫിറ്റ് വന്നപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന ഡൗട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നമ്മൾ ഈ വോളിയൂം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അത്യാവശ്യം വലിയ വോളിയം വന്നിട്ടുള്ള താഴത്തേക്കുള്ള ക്യാൻഡിലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു മൂവ് ഡൗൺ സൈഡ് വന്നു, ലാസ്റ്റ് മൂവ് അതായിരുന്നു. അപ്പോൾ ഏകദേശം ഇവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവിടുത്തെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വോളിയം ഉണ്ട്. ഇനി അതേ പോയിന്റിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 204-ൻ്റെ വോളിയം അത്യാവശ്യം നല്ലപോലെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് പ്ലസ് ഇത്, ഈ 2 ക്യാൻഡിലിൻ്റെയും ഈ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. ഒപ്പം തന്നെ ഇവിടെ ഈ വലിയ വോളിയം കൊടുത്തേക്കുന്ന ക്യാൻഡിലും ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുവാണ്. ആ 2 പോയിൻറ്റും ഏകദേശം ഇവിടെ തന്നെയാണ്. ഒപ്പം തന്നെ നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ നോക്കാവുന്ന വേറൊരു കാര്യമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ല വോളിയം ഇവിടെയും
അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ് നമ്മൾ പ്രൈസ് ആക്ഷൻ സിംപിളി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാവുന്നൊരു ഏരിയ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നത് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ 345 ഈ ഒരു റൗണ്ട് ഫിഗർ ഏരിയ. അതിൻ്റെ തൊട്ട് താഴത്താണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ വരുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷൻ ലൈൻ വന്നേക്കുന്നത് 344.90 ഇന്നത്തെ ഇതിൻ്റെ ഹൈ വന്നേക്കുന്നത് 345. സോ ദാറ്റ് നമ്മളിവിടെ എൻട്രി ഇട്ടാൽ അതെന്തായാലും നമുക്ക് കിട്ടുമായിരുന്നു. താഴത്തേക്ക് നമുക്ക് 1:2 റിസ്ക് റിവാർഡും കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ പറഞ്ഞു, ഇതാണെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ നെക്സ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത് താഴത്ത് ഇതാണ്. അതിനുള്ള കാരണവും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോകാം. ഈ ക്യാൻഡിലിലെ വോളിയം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് ഈ ടേക്ക് ഓഫ് ചെയ്തിട്ട് നല്ലൊരു മൂവാണ് മുകളിലേക്ക് കൊടുത്തേക്കുന്നത്. പിന്നീട് വൈകുന്നേരത്തിനുള്ളിൽ മാർക്കറ്റ് തിരികെ അതേ പ്രൈസ് പോയിന്റിൽ എത്തിയപ്പോൾ മാർക്കറ്റിന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ട് വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ ദാറ്റ് ഇതൊരു അത്യാവശ്യം നല്ല സപ്പോർട്ട് ഏരിയയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളവിടെ അത് മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി ഫസ്റ്റ് ഇവിടെ വന്നായിരുന്നു മാർക്കറ്റ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബൈ എടുത്തേനെ. പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ സെല്ല് ചെയ്തു. അതാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് BPCLലാണ്. BPCLൽ നിങ്ങൾക്കിവിടെ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തു. ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. അതിനുശേഷം അതേ ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തിട്ടാണ് ഇന്നത് തിരികെ മൂവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പറ്റിയിട്ടുണ്ടാകാനുള്ള കുഴപ്പം എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ നമുക്ക് സംഭവിക്കും. അത് വീണ്ടും വീണ്ടും സംഭവിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇവിടെ ഇന്നലത്തെ ക്ലോസിംഗ് നമുക്ക് കാണാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ എൻഡ് ഇതിവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ ആക്ച്വലി ഈ ക്യാൻഡിൽ ഒരു വലിയ ക്യാൻഡിലാണ് ഡൗൺ സൈഡ് വെച്ചേക്കുന്നത്. മോശമില്ലാത്ത വോളിയം ഉണ്ട്. സോ ദാറ്റ് ഈ ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഇത് ബ്രേക്ക് ചെയ്ത് പോന്നേക്കുന്ന ഈ ഗ്രീൻ ക്യാൻഡിൻ്റെ ലോയിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് നമ്മൾ ഈ കാണുന്നത് പോലെ ഇവിടെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് പോയിൻറ്റും അതും ഒന്നാകും എന്നതുകൊണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റി നമ്മൾ ഓർഡർ ബ്ലോക്ക് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴ്ത്ത് വന്ന് ഈ ഗ്യാപ്പ് ഫില്ലിംഗ് നടത്തി. ഒപ്പം തന്നെ ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ഇത് റിവേഴ്സ് അയക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തിരുന്നുവെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യത്തില്ലായിരുന്നു. എനിവേ, ഇത്തരം ലോസുകൾ നമുക്ക് ഇനിയും അടുത്ത ദിവസങ്ങളിലൊക്കെ വരാം. നമ്മൾ പറഞ്ഞു നമ്മളുടെ സ്ട്രാറ്റജി കൊടുക്കുന്നത് ഒരു 70-72% വിൻ റേഷ്യോ ആണ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി കൊടുക്കുന്നത്. മനുഷ്യത്വ സഹജമായ നമ്മൾ വരുത്താവുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അത് തീർച്ചയായിട്ടും വരും. അത് ആര് ട്രേഡ് ചെയ്താലും വരാവുന്നതാണ്. അതൊരു 20% വന്നാലും നമുക്കൊരു 50% ആവറേജ് വിൻ കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് തൊട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെറോദയിലാണ് ട്രേഡ് മാറ്റാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാനുള്ള കാരണം സെറോദയിൽ നമുക്ക് നാളത്തേക്കുള്ള ഓർഡർ ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രൈസ് പോയിന്റിൽ പോലും അഡ്വാൻസ് ആയിട്ട് ഓർഡർ ഇട്ട് വെക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള ചെറിയൊരു രീതി ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ, സപ്പോർട്ട് ലൈൻ എന്ന് കരുതുക. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഓർഡർ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കാണാം അലർട്ട് കാണിച്ചിട്ടുണ്ട്. ഈ അലർട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അലർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ എന്ത് ആക്ഷനാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കതിവിടെ BPSL ആണെന്നും ഒപ്പം അതിലെന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബൈ എങ്കിൽ ബൈ അല്ല സെല്ലാണെങ്കിൽ സെല്ല് നമ്മളവിടെ എഴുതി വെക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് ഒള്ളി അലർട്ട് മതിയോ അതോ അലർട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഓർഡർ പ്ലേസിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകണോ? അപ്പോൾ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ ATO സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി അതായത് ഈ പ്രൈസ് നമ്മൾ കണ്ടു 348.25 അല്ലെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് പ്രൈസ് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഓർഡർ പോകണം. അത് ഏത് സ്റ്റോക്കിൽ വേണമെങ്കിലും കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ കൊടുക്കാം, വേറെ ഏതെങ്കിലും സ്റ്റോക്കിൽ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നമുക്ക് ഇതിലാണ് എൻട്രി എടുക്കേണ്ടത്. സോ ദാറ്റ് നമ്മൾ BPCL ഇവിടെ സെർച്ച് ചെയ്യുക. അപ്പോൾ BPCL സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് NSE BPCLലാണ് NSEയിലാണ് ഓർഡർ ഇടേണ്ടത്. ഇനി ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് MIS ഓർഡർ കവർ ഓർഡറാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ കവർ ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് എൻട്രി എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും കൂടി ഇടണം. അപ്പോൾ ഈ എൻട്രി പ്രൈസായിട്ട് നമ്മൾ കണ്ടു നമ്മൾ വെക്കാൻ പോകുന്ന എൻട്രി പ്രൈസ് 348.25 അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 348.25. ഇതിൻ്റെ
സ്റ്റോപ്പ് ലോസ് 0.5% ആണ്. അപ്പോൾ നമുക്കറിയാം സംവെയർ എത്ര ആയിക്കോട്ടെ അത് കണ്ടുപിടിച്ചതിന് ശേഷം അത് 346 സംതിങ്സ് ആകാനാണ് സാധ്യത. അപ്പോൾ 346 എവിടെയാണോ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അതും വെച്ചതിന് ശേഷം നമ്മൾ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ സേവായി കിടക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഈ പ്രൈസ് വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. കാലത്തെ നിങ്ങൾ തിരക്കിലാണെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അലർട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇവിടെ എൻട്രി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടാവും. പിന്നെ സ്റ്റോപ്പ് ലോസ് ഇടാൻ വേണ്ടി നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല. നമ്മളപ്പോൾ നാളെ 2 കാര്യങ്ങളാണ് സംഭവിക്കാവുന്നത്. ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ ഇത് സപ്പോർട്ട് ലൈനാണ്, ഇവിടെ നമുക്ക് ബൈ ചെയ്യണം ഇവിടെ എത്തുമ്പോൾ. അതല്ല, മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യണം. അപ്പോൾ ബൈക്കുള്ള ഓർഡർ നമ്മൾ ഇട്ട് വെച്ചു. അതേപോലെ തന്നെ സെല്ലിനുള്ളൊരു ഓർഡറും കൂടെ ഈ പറഞ്ഞ പോലെ ATO ഇട്ട് വെക്കുക. അപ്പോൾ അലർട്ട് അടിക്കുന്ന കൂട്ടത്തിൽ ഓർഡറും കൂടെ എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ ഈ 2-ൽ 1 ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലർട്ട് വരും. നമ്മുടെ മൊബൈലിൽ അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അതിനുള്ളിൽ കയറിയിട്ട് എഗൻസ്റ്റ് വെച്ചേക്കുന്ന ബൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ സെല്ലിനുള്ള ഓർഡർ നമ്മൾ കയറിയിട്ട് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ അത് എനേബിളും ഡിസേബിളും ഒറ്റ ക്ലിക്കിൽ ചെയ്യാൻ പറ്റും എന്നൊരു അഡ്വാൻറ്റേജും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഡിസേബിൾ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, ഇനി വെക്കേണ്ട ടാർഗറ്റാണ്. അപ്പോൾ ടാർഗറ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് 1% ഇല്ലേ നമ്മൾ എത്രയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തുകയിൽ ഒരു ടാർഗറ്റ് ഓർഡർ ഇട്ടേക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എപ്പോഴാണോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കുന്നത് ആ സമയത്ത് വീണ്ടും നമുക്ക് അലർട്ട് കിട്ടുന്നുണ്ടാകും. അത് ഹിറ്റായതിന് ശേഷം നമ്മൾ എഗൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് അടിക്കുന്നതെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഓർഡർ ഇട്ടേക്കുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കൊടുക്കണം. നേരെ മറിച്ച് ടാർഗറ്റ് ഓർഡറാണ് അടിക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസും ബാക്കി കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പൊക്കോളും. അത് 3 മണിക്കുള്ളിൽ കയറി നോക്കിയിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കി അതിനനുസരിച്ച് വേണ്ട തീരുമാനം നമ്മൾ എടുക്കുക. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കയറിയിട്ട് ടാർഗറ്റ് ഇട്ടേക്കുന്നത് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നീട് പ്രൈസ് അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ടാർഗറ്റ് ഓർഡർ അന്നേരം കയറി എൻട്രി ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മളിന്ന് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് ടൈം മാനേജ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ 4 സെനാരിയോസ്, അത് 2 സെനാരിയോസിൻ്റെ 4 ഓർഡറുകൾ നമ്മൾ ഇന്നലെ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നു. അതെന്താണെന്നും കൂടെ ഞാനൊന്ന് വിശദീകരിക്കാം. നിങ്ങളിപ്പോൾ കണ്ടു, നമ്മൾ ഇന്നലെ പ്രൈസ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ്, ഗ്യാപ്പ് അപ്പ് വെച്ചിട്ട് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാനും ഈ പർട്ടിക്കുലർ ലൈനിൽ നിന്ന് നമുക്ക് ബൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഓർഡറുകൾ, ഒരു ബൈയും ഒരു സെല്ലും ഈ സെനാരിയോ 1-ൽ നടക്കണം. ഒപ്പം തന്നെ സെക്കൻഡ് സെനാരിയോ എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. സോ ദാറ്റ് ഇവിടെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ കുറച്ച് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാനും ഇവിടുന്ന് ബൈ ചെയ്യാനും പറ്റണം. അപ്പോൾ ഈ 2 സെനാരിയോയ്ക്ക് വേണ്ടിയിട്ട് 2 ടൈപ്പ് ഓഫ് ഓർഡേഴ്സ്. അപ്പം ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സെനാരിയോ 1 നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം, മറ്റേത് ഡിസേബിൾ ചെയ്ത് വെക്കണം. ഇനി ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, 2 എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് റിവേഴ്സൽ എൻട്രി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ പ്രൈസ് ഇവിടെ വന്നിട്ടുള്ളത് കാണാം. ഇത് ആക്ച്വലി നമ്മൾ ചെയ്തത്, എനേബിൾ ചെയ്തത് 9:07 ശേഷം. നമുക്കറിയാം പ്രീ മാർക്കറ്റ് ഓപ്പണിംഗ് നടക്കുന്ന 9:07 9:15 നമ്മുടെ മാർക്കറ്റ് റൺ ചെയ്ത് തുടങ്ങുക. അപ്പോൾ 9:07 പ്രീ ഓപ്പൺ പ്രൈസ് വരും. അപ്പോൾ പ്രീ ഓപ്പൺ പ്രൈസ് 9:07 വരുമ്പോൾ നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇന്ന്. അപ്പോൾ പ്രീ ഓപ്പൺ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് ഇമ്മീഡിയറ്റ്ലി ഉള്ള സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്. അവിടെ നമ്മൾ വെച്ചേക്കുന്ന നമ്മളുടെ ഈ ഓർഡറുകൾ, ഓൾറെഡി ഇട്ടിട്ടുള്ള അലർട്ട് ട്രിഗർ ഓർഡറുകൾ നമ്മൾ എനേബിൾ, ഇതെല്ലാം ഡിസേബിൾഡ് പൊസിഷനിലായിരിക്കും. അപ്പോൾ എവിടെയാണോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ തൊട്ട് മേളിലുള്ള സെല്ലിനുള്ളത് നമ്മൾ എനേബിൾ ചെയ്യും, തൊട്ട് താഴെയുള്ള ബൈയും എനേബിൾ ചെയ്യും. ബാക്കിയെല്ലാം ഡിസേബിൾഡ് ആയിട്ട് തന്നെ കിടന്നോളും. പിന്നീട് നമ്മുടെ ഏത് ഓർഡറാണോ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ കാണാം ഇവിടെ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടി, ബൈ ഓർഡർ കിട്ടിയെന്ന്. ബൈ ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ബാക്കിയെല്ലാം ട്രിഗർ ആയതിൻ്റെ നോട്ട് അവൈലബിൾ കാണിക്കുമ്പോൾ ഇവിടെ 1 എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ ഓർഡർ ഇത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കയറിയിട്ട് എഗൻസ്റ്റ് ഇട്ടയച്ച സെൽ ഓർഡർ ഡിസേബിൾ ചെയ്തു. അതിനുശേഷം ഇനി അത് എപ്പോഴാണ് ആ ബൈ ഓർഡർ ട്രിഗറായെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 9:15 തന്നെ അത് ട്രിഗറായി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നല്ല ഹൈ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിരുന്ന് ക്ലിക്ക് ചെയ്ത് അന്നേരം മാനുവലായിട്ട് ഓർഡർ ഇടുകയാണെങ്കിൽ, അതായത് 9:15 ശേഷമാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നമുക്ക് ആ എൻട്രി കുറേ താഴത്തേക്ക് തള്ളിപ്പോകാനോ അല്ലെങ്കിൽ എൻട്രി കിട്ടാതിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അവിടെ നമ്മളിത് അഡ്വാൻസ് ആയിട്ട് എടുത്ത് വെച്ചത് കൊണ്ട് നമുക്കുള്ള ഗുണം 9:07 തന്നെ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് അത് 9:15 തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്കത് ഹിറ്റ് ചെയ്തപ്പോൾ നമുക്കത് കിട്ടി. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ലൈവായിട്ട് മാനുവലി ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അത് എൻട്രി മിസ്സാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സാധ്യതയിലേക്ക് ചിന്തിക്കുകയും ഇത് കണ്ടെത്തി ഇങ്ങോട്ടേക്ക് മാറുകയും ചെയ്തത്. ഇനി നമുക്കിവിടെ കാണാം 9:15:41 ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തേക്കുന്നത്. ആ സമയത്ത് തന്നെ 15, അതായത് 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ 9:16 ആയിട്ടില്ല, അതിനുള്ളിൽ തന്നെ വന്ന് നമ്മുടെ എൻട്രി ഹിറ്റായി നമുക്ക് എൻട്രി കിട്ടിയതും ഒപ്പം തന്നെ നമ്മൾ വെച്ച കവർ ഓർഡർ ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വീണേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീൻഷോട്ടിൽ കാണാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് കാണാവുന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് വരുന്നു. അപ്പോൾ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസിൽ വന്ന് ഹിറ്റ് ചെയ്തു. അടുത്ത ഇതിൽ നമ്മൾ വെച്ച ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ആയി പോയത് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സംഭവിച്ചേക്കുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ 2 ഓർഡറുകൾ ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മളിട്ട ബൈ ഓർഡർ ആയിരുന്നു, ഒന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ സെൽ ഓർഡറാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് സംഭവിച്ചത്. ഇതിനകത്ത് നമ്മളാകപ്പാടെ ഇടപെട്ടിട്ടുള്ളത് 9:07 ആയപ്പോൾ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെന്ന് നോക്കിയിട്ട് ഈ 2 ഓർഡറുകൾ നമ്മൾ ഇട്ടേച്ചത് എനേബിൾ ചെയ്ത് കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് 4 ഡിസേബിൾഡ് ആയിരുന്നു. 9:07 കയറിയിട്ട് നമ്മളിത് ക്ലിക്ക് ചെയ്തു, എനേബിൾ ചെയ്തു. ഒരു ക്ലിക്കിൽ നിങ്ങൾക്കിത് എനേബിൾ ചെയ്യാം എന്നൊരു ഗുണവും കൂടെയുണ്ട്. സോ ദാറ്റ് ഇന്നത്തെ ട്രേഡിന് നമ്മൾ ആകപ്പാടെ മുടക്കിയിട്ടുള്ള നമ്മുടെ ടൈം എന്ന് പറയുന്നത് കേവലം 1-2 മിനിറ്റ് മാത്രമാണ്. അതായത് ഇതൊന്നും ആദ്യം നമ്മൾ 2 എനേബിൾ ചെയ്ത് കൊടുത്തു. ഈ ഓർഡർ കിട്ടിയതിന് ശേഷം ഈ സെല്ല് ഇട്ടേച്ച ഓർഡർ നമ്മൾ ഡിസേബിൾ ചെയ്തു. അപ്പോൾ 2 എനേബിൾ ചെയ്തു, അതിന് ശേഷം ഒരെണ്ണം കിട്ടിയപ്പോൾ മറ്റേതിനെ ക്യാൻസൽ ചെയ്തു. ഇത്ര മാത്രമേ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈം വളരെ കുറവായിരുന്നു. ഇനി നമ്മൾ സ്ക്രീൻ ടൈം എത്ര കുറയ്ക്കുന്നോ നമുക്ക് മനസ്സമാധാനം കുറച്ച് കൂടുന്നുണ്ടാകും, മറ്റ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. നമ്മളുടെ ഇമോഷൻ, ഈ ട്രേഡിങ്ങിലുള്ള ഇമോഷണൽ പ്രോബ്ലം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന മിസ്റ്റേക്കുകളെല്ലാം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുകയാണെങ്കിൽ, അപ്പോൾ ഇന്ന് 2 ദിവസം നമ്മൾ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ജസ്റ്റ് ട്രയൽ റണ്ണാണ് നടത്തിയത്. അപ്പോൾ നാളെയും കൂടെ നമ്മൾ അത് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഇമോഷനും ഇല്ലാതെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഇതുപോലെ പെട്ടെന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് മാനുവലിയാണ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് 9:07 തന്നെ നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവുകളെല്ലാം നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റ് ചെറിയൊരു സ്ലൈറ്റ്ലി ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ഓർഡർ ബ്ലോക്ക് ഇവിടെ ആയിരുന്നില്ല, മറിച്ച് ഇവിടെ നമ്മൾ ഇന്ന് എടുത്തിരുന്നു എങ്കിൽ നമ്മളിപ്പോൾ പ്രോഫിറ്റിനടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എനിവേ തെറ്റൊക്കെ സംഭവിക്കാം, ലോസും സംഭവിക്കാം. പക്ഷേ നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം ചെയ്യുക, ഡിസിപ്ലിൻ കൈവിടാതിരിക്കുക, നമുക്ക് നമ്മുടേതായ റൂൾസ് ഉണ്ടായിരിക്കുക, ആ റൂൾസ് നമ്മൾ തന്നെ വയലേറ്റ് ചെയ്യാതിരിക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഈ അലർട്ട് ട്രിഗർ ഓർഡറും കൂടെ നമ്മളെ സഹായിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.